സ്വാഗതം പ്രിയരെ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൃശ്ചിക മാസത്തിലെ നല്ല മഞ്ഞുറഞ്ഞ ഒരു പ്രഭാതം. ഒരു കുലിസിന്റെ കിലുക്കം കേട്ടാണ് ഹരിലാൽ ഉണർന്നത്. സുഹൃത്തുക്കളൊക്കെ ടെറസിൽ കിടപ്പുണ്ട്. ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നതിന്റെ ആവശ്യത്തിനായി എല്ലാവരും കൂടി ഒത്തുകൂടിയതാണ്. ഹരി ഓരോരുത്തരെയും പോയി വിളിച്ചുണർത്തി. സുഹൃത്തുക്കൾ എല്ലാവരും ഉണർന്നപ്പോൾ കുപ്പിയിൽ തലേന്നത്തെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോട്ടം. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നീയൊക്കെ എന്തോ കാര്യത്തിനാ ഇങ്ങോട്ട് വന്നത്? സോമരസം കഴിക്കാനോ അതോ ഷോർട്ട് ഫിലിമിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണോ? സുഹൃത്തുക്കളുടെ കിടപ്പ് കണ്ട് ഹരി ദേഷ്യത്തോടെ ചോദിച്ചു. എടാ, അതിന് ഷോർട്ട് ഫിലിം എടുക്കാനുള്ള കഥ റെഡിയായോ? പണ്ടത്തെ കൂട്ടല്ല, സീനറി മാത്രം പോരാ മോനെ, കഥ നല്ലതായിരിക്കണം. കഥ പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടണം, ടോണി പറഞ്ഞു. നിർമ്മാതാവും സംവിധായകനും അഭിനയിക്കാനുമുള്ളവരും റെഡി, പക്ഷേ ഇതുവരെ കഥ കിട്ടിയില്ല, ടോണി നിരാശയോടെ പറഞ്ഞു. കഥയല്ലേ ആദ്യം വേണ്ടത്? ഹരി ദേഷ്യത്തോടെ ടോണിയോട് ചോദിച്ചു. നീയൊക്കെ എന്തൊരു തോൽവിയാണടാ. അവന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. നായികയെ അഭിനയിക്കാൻ റീന ഇപ്പോൾ വരും. റീനയെന്ന് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു, വായിൽ വെള്ളമൂറി. റീന എന്ന കൗമാരക്കാരി ഒരു സൗന്ദര്യധാമമായിരുന്നു. ടോണിയുടെ കാമുകിയാണവൾ. പക്ഷേ അവന്റെ കാമുകിയാകുന്നതിന് മുമ്പ് സർവ്വ എണ്ണവും അവളുടെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നതാ. അവസാനം നറുക്കു വീണതോ ടോണിക്കായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇപ്പോഴും അവളെ ഒരു ഹരം തന്നാണ്. അവളൊരു മാദകത്തിടമ്പാണ്. കൂട്ടുകാർ ഇപ്പോഴും അവളുടെ ഒരു നോട്ടവും സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ട്. റീനയുടെ സ്വഭാവം അറിയാമല്ലോ. കഥ ഇതുവരെ ശരിയായിട്ടില്ല എന്നവൾ അറിഞ്ഞാലുണ്ടല്ലോ, അവളുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കേണ്ടി വരും, ഹരി പറഞ്ഞു. ശരിയാ, അവൾ ഒരു എടുത്തിയാട്ടക്കാരിയാണ്. ഷോർട്ട് ഫിലിമിലെ നായികയാക്കാമെന്ന് പറഞ്ഞപ്പോൾ പെണ്ണാകെ ആവേശം പൂണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ അവളെങ്ങാനും അറിഞ്ഞാൽ എന്നെ തേച്ചിട്ട് പോകാതിരുന്നാൽ എന്റെ ഭാഗ്യം, ടോണി പറഞ്ഞു. ഒരു കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ എല്ലാവരും കാതു കൂർപ്പിച്ചു. എടാ അപ്പച്ചിയാ, കുപ്പിയൊക്കെ മാറ്റി, ഇല്ലെങ്കിൽ പപ്പായോട് പറയും, ഹരി പറഞ്ഞു. കള്ളുകൂടിയാണ് ഇവിടെ നടക്കുന്നതെന്നെങ്ങാനും പപ്പ അറിഞ്ഞാലുണ്ടല്ലോ, പൊന്നു മോനെ, ഷോർട്ട് ഫിലിമിന്റെ പണിയൊക്കെ ഇന്നത്തോടെ തീരും. പപ്പ എല്ലാത്തിനെയും അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കുമെന്ന് ഹരിക്ക് ഉറപ്പാണ്. അപ്പച്ചി ഒരു ബക്കറ്റിൽ നനച്ച തുണികളുമായി മുകളിലേക്ക് വന്നു. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. ഒരു ചുമന്ന നൈറ്റിയാണ് അപ്പച്ചി ഇട്ടിരിക്കുന്നത്. കുളി കഴിഞ്ഞതിന്റെ ഒരു പ്രസരിപ്പ് അപ്പച്ചിയുടെ മുഖത്തുണ്ട്. അപ്പച്ചി എല്ലാവരെയും മാറി മാറി ഒന്ന് നോക്കി. ഇവന്മാരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവന്മാരൊന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അവൾ അറിയാതെ മനസ്സിൽ ഓർത്തുപോയി. മുറിയിൽ കാണാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തുപോയി കാണുമെന്ന്. ഇന്നലെ ഇവിടെ കൂടിയല്ലേ? അപ്പച്ചി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എല്ലാവരും തലയാട്ടി. എന്താ എല്ലാവരുടെയും മുഖത്തൊരു കള്ളലക്ഷണം? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അപ്പച്ചി ചോദിച്ചു. പിന്നെ അവൾ ചുറ്റിനും ഒന്ന് നോക്കി. ടോണി കുപ്പികളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൾ കയ്യോടെ പൊക്കി. അവൾ ഹരിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. പപ്പായോട് പറയട്ടെടാ, അവൾ ചോദിച്ചു. എന്റെ പൊന്നെ, പറയല്ലേ, ഞങ്ങളെ ഇപ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കും പപ്പ. ഹരി അപ്പച്ചിയുടെ കാല് പിടിച്ചു. അപ്പച്ചി എല്ലാവരെയും മാറി മാറി നോക്കി. അപ്പോ ഈ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ ആരാ? ഒരു ചിരിയോടെ അവൾ ചോദിച്ചു. എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കിയിട്ട് എല്ലാവരുടെയും നോട്ടം അപ്പച്ചിയുടെ നേർക്കായി. ഒരു പീസ് തന്നെയാണ് അപ്പച്ചിയെന്ന് എല്ലാവർക്കും തോന്നി. കിഴക്കുന്നുള്ള സൂര്യപ്രകാശം അപ്പച്ചിയുടെ ദേഹത്തടിച്ചപ്പോൾ എല്ലാം വ്യക്തമായി കാണാം. അടിയിലൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. തന്നെ നോക്കി ഹരിയുടെ കൂട്ടുകാരെല്ലാം വെള്ളമിറക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഡയറക്ടർ ഞാൻ തന്നെയാണ് അപ്പച്ചി, ഹരി പറഞ്ഞു. അയ്യോ എടാ കൊച്ചു കള്ളാ, നീ ആണെങ്കിൽ അത് മറ്റേ പടം വല്ലതുമായിരിക്കുമല്ലോ, അപ്പച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരിയുടെ കൂട്ടുകാരെല്ലാം ഞെട്ടി. അയ്യേ, നല്ല അപ്പച്ചി. എല്ലാവരും ഹരിയെ നോക്കി. ഒരു ദിവസം ഇവന്റെ ഫോൺ നോക്കിയപ്പോൾ എന്റെ കണ്ണു തള്ളിപ്പോയി, ഒരു കള്ളച്ചിരിയോടെ അപ്പച്ചി പറഞ്ഞു. ഡയറക്ഷൻ ചെയ്യാൻ വേറെ ആരെയും കിട്ടിയില്ലല്ലേ? ഹരി ചമ്മലോടെ കൂട്ടുകാരെ ഒന്ന് പാളി നോക്കി. ഇപ്പോൾ അതൊന്നും അല്ല അപ്പച്ചി പ്രശ്നം, കഥയില്ല, ടോണി പറഞ്ഞു. അപ്പച്ചിയുടെ കണ്ണുകളിൽ കുസൃതി വിടർന്നപ്പോൾ പയ്യന്മാരൊക്കെ മതിമറന്നിരിക്കുകയാണെന്ന് അപ്പച്ചിക്ക് മനസ്സിലായി. അവന്മാരുടെയൊക്കെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം അവന്റെയൊക്കെ ഉള്ളിലിരിപ്പ്. മക്കളുമാരെ, എന്റെ കഥയായാലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം അതിലുണ്ട്, അപ്പച്ചി പറഞ്ഞു.
എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. പപ്പയുടെ ഇളയ പെങ്ങളാണ്. വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരുപാട് ദിവസം നിന്നില്ല. അതിനു മുമ്പേ കുറ്റിയും പറിച്ചിങ്ങി പോന്നു. പക്ഷേ ഹരിക്ക് പോലും അറിയില്ല എന്താ കാരണമെന്ന്. കഥ ആരംഭിക്കുന്നത് ഞാൻ പഠിത്തം അവസാനിപ്പിച്ച ദിവസം മുതലാണ്. അത് പറഞ്ഞപ്പോൾ അപ്പച്ചിയുടെ മുഖത്ത് നാണം വിരിയുന്നത് എല്ലാവരും കണ്ടു. ബാക്കി കഥ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇനി ഞാനിവിടെ നിന്നാലേ എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അവൾ കയ്യിലിരുന്ന തുണികളെല്ലാം അശയിൽ വിരിച്ചിട്ടു. കൈ ഉയർത്തി ഓരോന്ന് വിരിക്കുമ്പോഴും പയ്യന്മാരുടെ കണ്ണ് കോഴിക്കൂട്ടിലായിരുന്നു. അത് അവന്മാരുടെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉളവാക്കി. അതെല്ലാം കഴിഞ്ഞ് അപ്പച്ചി പടികളിറങ്ങി പോകുന്നത് എല്ലാവരും നോക്കി നിന്നു. അപ്പച്ചിയുടെ കഥ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുങ്ങുന്ന ലക്ഷണമില്ല, ടോണി പറഞ്ഞു. അപ്പച്ചിയുടെ കഥ നിനക്കറിയില്ലേടാ ഹരി? ടോണി ചോദിച്ചു. കുറച്ചൊക്കെ എനിക്കറിയാമെങ്കിലും എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പച്ചി പറയാൻ പോകുന്ന കഥ എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി, ഹരി പറഞ്ഞു. കൂട്ടുകാർക്കെല്ലാം ഹരിയോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. ആദ്യത്തെ ദർശനം കൊണ്ട് തന്നെ അപ്പച്ചി എല്ലാവരുടെയും ഞരമ്പെ പിടിച്ചു. ഇതുപോലെ ഒരു അടിപൊളി അപ്പച്ചി വീട്ടിലുണ്ടായിട്ടാണോ നീ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേറൊരു നായികയെ തിരക്കിയത്? ടോണി രണ്ടും കൽപ്പിച്ച് ഹരിയോട് ചോദിച്ചു. അപ്പച്ചി ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് തന്നെ, ഹരി പറഞ്ഞു. ഞാൻ അറിയാത്ത എന്ത് കഥയാ അപ്പച്ചിക്കുള്ളത്? അപ്പച്ചിയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഹരി ചോദിച്ചു. നിനക്ക് എന്നെ പറ്റി എന്താടാ മോനെ അറിയാനുള്ളത്? ഒരു കള്ളച്ചിരിയോടെ അപ്പച്ചി ചോദിച്ചു. കഥയുടെ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ നിന്നോട് പറയാം, അവൾ പറഞ്ഞു. നാട്ടിൻ പുറത്തുള്ള ഒരു ചൊവ്വാദോഷക്കാരിക്ക് ഒരുത്തനെ പ്രേമിക്കാൻ പോലും കിട്ടാൻ വലിയ പാടാണ്. കാരണം അവൾക്ക് ചൊവ്വാദോഷമുണ്ടെന്ന് നാട്ടിലൊക്കെ പാട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദൂരെ നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ എത്തിയത്. അങ്ങനെ അവരുടെ വിവാഹവും കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ അവൻ പറഞ്ഞു, നിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് പെരുത്തിഷ്ടമായി. അതുകൊണ്ടാണ് ജാതകമൊന്നും നോക്കാതെ തന്നെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ചത്തുപോണെങ്കിൽ അങ്ങ് പോകട്ടെ, നിന്നെ പോലൊരു അടിപൊളി പീസിനെ സ്വന്തമാക്കാനും വേണ്ടുവോളം അനുഭവിക്കാനും ആയല്ലോ എന്ന് സമാധാനിക്കാമല്ലോ, ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. മനസ്സിൽ കുറച്ചു പേടിയുണ്ടായിരുന്നെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. അവൻ അവളിലേക്ക് പടർന്നു കയറാനുള്ള ആവേശമായിരുന്നു. രവിവർമ്മയുടെ എണ്ണച്ചായ ചിത്രങ്ങൾ തോറ്റുപോകുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക്. കണ്ടിട്ടും കണ്ടിട്ടും അവന് മതിയാകുന്നില്ല. മച്ചിന്റെ മുകളിൽ പാത്തിരുന്ന ആൺപല്ലി തന്റെ ഭാര്യയോട് ചോദിച്ചു, ഇവനെന്താ ഇതുവരെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? പെൺപല്ലി പറഞ്ഞു, നിങ്ങൾ അവനെ നോക്കി കണ്ടു പഠിക്ക്, ഇതാണ് യഥാർത്ഥ സ്നേഹം. അപ്പുറത്തൊക്കെ ആളുണ്ട്, അത് ഓർമ്മ വേണം, അവൾ നാണത്തോടെ അവനോട് പറഞ്ഞു. അങ്ങനെ തിരമാലകൾ ആർത്തിരമ്പി കരയിലേക്ക് കുതിച്ചു പാഞ്ഞു. കരയും കടലും ഒന്നാകുന്ന നിമിഷങ്ങൾ. അവൻ വളരെ സംതൃപ്തനായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ ഭയത്തിന്റെ നിഴൽ വീശാൻ തുടങ്ങി. അവൾ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. രാവിലെ അവളുടെ അലർക്കരച്ചിലാണ് എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. അങ്ങനെ ആ ദാമ്പത്യം ഒറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു. പിന്നീട് അങ്ങോട്ട് കുത്തുവാക്കുകളായിരുന്നു. അത് കേട്ട് മടുത്തപ്പോൾ അവൾ തിരികെ വീട്ടിലേക്ക് പോന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മനസ്സിന്റെ മുറിവുകൾ ഉണങ്ങിത്തുടങ്ങി. ഇപ്പോൾ ഹരിലാലാണ് അവളുടെ കൂട്ടുകാരൻ. ചില സമയങ്ങളിലൊക്കെ അവളുടെ വികാരം അണപൊട്ടി ഒഴുകുമായിരുന്നു. പക്ഷേ ഹരിയോടൊരു അതിരുവിട്ട ബന്ധത്തിന് അവൾ ശ്രമിച്ചിട്ടില്ല. അവൻ തന്റെ ആങ്ങളയുടെ മകനല്ലേ. അവൻ വളർന്നപ്പോൾ അവളിൽ വല്ലാത്ത അസ്വസ്ഥത ഉളവാക്കി. ഇന്നലെ വരെ തന്റെ കൈയുടെ ചൂണ്ടുവിരലിൽ തൂങ്ങി നടന്ന പയ്യനാ. അവനൊരു കള്ളച്ചിരിയോടെ അപ്പച്ചിയെ നോക്കി. അപ്പച്ചിയെ താലി കെട്ടാൻ മാത്രമേ എല്ലാവർക്കും പേടിയുള്ളൂ, അവൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ട്. പലരുടെയും നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. അച്ഛനെ പേടിച്ചാണ് ചെക്കൻ ഒരു കുരുത്തക്കേടും കാണിക്കാത്തത്, അവൾ മനസ്സിലോർത്തു. അവൻ അപ്പച്ചിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ടെറസിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അപ്പച്ചി ഇത്രയും സുന്ദരിയാണോ എന്ന് മനസ്സിൽ കരുതി. അത് നിന്റെ കണ്ണുകളിൽ മാത്രമല്ല, നിന്റെ കൂട്ടുകാരുടെ കണ്ണുകളിലും ഞാൻ കണ്ടു. അവനൊന്ന് ചിരിച്ചു, ഒരു വിറയാർന്ന ചിരി. ഇത് കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്തെങ്കിലും പറയും മുമ്പേ തന്നെ അവൻ അപ്പച്ചിയുടെ ചുണ്ടിൽ ഒരു മുത്തം കൊടുത്തു. ഇരതേടുന്ന മീനിനെ പോലെ കടലിനടിയിലേക്ക് അവൻ ഊളിയിട്ടിറങ്ങി. അവളുടെ കണ്ണുകളിൽ ഒരു സംതൃപ്തി നിറയുന്നത് അവൻ കണ്ടു.